തിരുനാമത്തിന് മഹത്വം അർപ്പിക്കുന്നു. നമുക്കിന്നും അല്പസമയം ദൈവവചനവും അതിൻ്റെ കാനോനും ഉള്ള എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ചിന്തിപ്പാൻ കർത്താവ് നൽകുന്ന അവസരങ്ങൾക്കായിട്ട് തിരുനാമത്തിന് സ്തോത്രം. എൻ്റെ സൗണ്ട് കേൾക്കാമല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ? ക്ലിയർ? ഓക്കെ, താങ്ക് യു. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ കോട്ടയം മീനടങ്കാരനാണ്. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ദൈവ വചന പഠനവും അതിൻ്റെ ചരിത്രത്തിലേക്ക് തുടർന്ന് വളരെ പെട്ടെന്ന് പ്രവേശിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് 27 പുസ്തകങ്ങളെ പറ്റി വൈഡ്ലി ഡിസഗ്രിമെന്റ് ഉണ്ടായിരുന്നു എന്ന ഒരു മിസ്കൺസെപ്ഷൻ ആണ് നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ഒരുവിധം പഠിച്ചത്. നിങ്ങൾക്കറിയാം, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്നും വിശദീകരിക്കാനായിട്ട് നമുക്ക് ഒത്തിരി പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും ഒരു ഔട്ട്ലൈൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് ആ വൈഡ്ലി ഡിസഗ്രിമെന്റ് ഉണ്ടായിരുന്ന അതെങ്ങനെയാണ്, അല്ലെങ്കിൽ ആ പുസ്തകങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് ഞാൻ ഒന്ന് പെട്ടെന്ന് പറയാം. നമ്മൾ ചിലർക്കെങ്കിലും പരിചയമുള്ള ഒരു 3rd and 4th century ഹിസ്റ്റോറിയനാണ് ഈസുബിയസ് ഓഫ് കൈസരിയ. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഓഫ് ചർച്ച് അല്ലെങ്കിൽ എക്ലീഷ്യാസ്റ്റിക്കൽ ഹിസ്റ്ററി എന്ന 3-ാം നൂറ്റാണ്ടിലെയും 4-ാം നൂറ്റാണ്ടിലെയും ആ പുസ്തകങ്ങളാണ് വാസ്തവത്തിൽ പല കാര്യങ്ങൾക്കും നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഈസുബിയസിന്റെ പുസ്തകത്തിൽ നിന്നാണ് പൊതുവെ നമ്മൾ എടുക്കാറുള്ളത്. ഞാൻ ഈസുബിയസിന്റെ ഹിസ്റ്റോറിക്കൽ പുസ്തകത്തിനകത്തുനിന്ന് അന്നുണ്ടായിരുന്ന ആ പുസ്തകങ്ങൾ, നമ്മൾ ഇന്നലെ ചിന്തിച്ച പോലെ 1000 പുസ്തകം ഉണ്ടായിരുന്നോ, 5000 പുസ്തകം ഉണ്ടായിരുന്നോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അല്ലെങ്കിൽ 1000-5000 ഒക്കെ പുസ്തകം പലതും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഡിസഗ്രിമെന്റ് വളരെ വന്നു കഴിഞ്ഞപ്പോൾ സെലക്ട് ചെയ്തത് എങ്ങനെയാണ്? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതൊക്കെ വെറും ഫിക്ഷനാണ്, കെട്ടുകഥയാണ്. അങ്ങനെ സെലക്ഷനോ പ്രസ്പിറ്ററി കൂടുവോ ഒരു കൗൺസിൽ കൂടുവോ ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ സംഭവമേ ചരിത്രത്തിലില്ല. ഞാനത് അടുത്ത വാചകത്തിൽ പറയാം, അടുത്ത ടോപ്പിക്കിൽ പറയാം. ഈസുബിയസ് ഈ 2-3 നൂറ്റാണ്ടിലെ ഹിസ്റ്ററി, 2-3 നൂറ്റാണ്ടിലെ ചർച്ച് ഹിസ്റ്ററിയിൽ ഈ 27 പുസ്തകങ്ങളോട് കൂടെ അന്ന് ആ കാലത്തുണ്ടായിരുന്ന ചില പുസ്തകങ്ങളെ 4 പോയിന്റിലാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. 4 കാര്യത്തിൽ കാറ്റഗറൈസ് ചെയ്തേക്കാണ്. 4 കാര്യത്തിൽ. ആ 4 കാര്യം ഞാനത് ആ 4 പേര് പറയാം. ആ 4 പേരിന്റെ അടിയിലാണ് ഈസുബിയസ്, അന്നത്തെ ക്രിസ്ത്യൻ ഹിസ്റ്റോറിയനായ ഈസുബിയസ്, ഈ പുസ്തകങ്ങളെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ആ 4 കാര്യം, ആ 4 കാറ്റഗറീസിന്റെ പേര് ഞാൻ പറയാം. ഒന്ന്, റെക്കഗ്നൈസ്ഡ് ബുക്സ് എന്ന റെക്കഗ്നൈസ്ഡ് ബുക്സ്. സെക്കൻഡ്, ഡിസ്പ്യൂട്ടഡ് ബുക്സ്. തേർഡ്, റിജക്റ്റഡ് ബുക്സ്. ഫോർത്ത്, ഹെററ്റിക്കൽ ബുക്സ്. മലയാളത്തിൽ സ്വീകരിച്ച പുസ്തകങ്ങൾ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ പുസ്തകങ്ങൾ. ഡിസ്പ്യൂട്ട് ചെയ്ത, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയൊക്കെ, അല്ലെങ്കിൽ അത് ദൈവവചനം തന്നെയായിട്ട് ഹാൻഡഡ് ഡൗൺ ആയിരുന്നോ എന്ന ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്ന പുസ്തകങ്ങൾ. 3, ദൈവസഭ, പ്രത്യേകിച്ച് 2-ാം നൂറ്റാണ്ടിലെ ദൈവസഭ റിജക്റ്റ് ചെയ്ത പുസ്തകങ്ങൾ. 4, ഹെററ്റിക്കൽ, തെറ്റായ ദുരുപദേശങ്ങൾ അടങ്ങിയ പുസ്തകങ്ങൾ. ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ടാണ് ഈസുബിയസ് അന്നത്തെ കാലത്തുണ്ടായിരുന്ന പുസ്തകങ്ങളെ തിരിച്ചത്. ഇനിയും ഈ റിസീവ്ഡ് പുസ്തകം അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്ത പുസ്തകത്തിനകത്ത് വാസ്തവത്തിൽ ഏതൊക്കെ ഉണ്ടായിരുന്നു അറിയാമോ എന്ന് പറഞ്ഞാൽ, 2-ാം നൂറ്റാണ്ടിൽ യാതൊരുവിധ ഡിസ്പ്യൂട്ടും ഉണ്ടാകാതിരുന്ന പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും
ഒരു ചർച്ചയാകട്ടെ, ഇത് അപ്പോസ്തലന്മാർ എഴുതി നൽകിയതാണോ, അങ്ങനെ ഒരു ഡൗട്ട് പോലും ഉണ്ടാകാതിരുന്ന പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഞാനൊന്ന് പറയാം. ആ ലിസ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. അത് വാസ്തവത്തിൽ 22 ബുക്സ് ആണ്. 22 ബുക്സ് 22 ബുക്സിനകത്ത് 4 ഗോസ്പൽസ്, ബുക്ക് ഓഫ് ആക്ട്സ്, Paul's 13 letters plus book of Hebrews, അന്നേരം 14 letters, First Peter, First John and book of Revelation. ടോട്ടൽ എത്ര ഉണ്ട്? 22 പുസ്തകങ്ങൾ ഉണ്ട്. 22 പുസ്തകങ്ങളുണ്ട്. ഈസുബിയസിന്റെ ഒരു കാറ്റലോഗാണ് കേട്ടോ. ഈസുബിയസിന്റെ ആ പഠനമാണ്. 22 പുസ്തകങ്ങളെ സംബന്ധിച്ച് ഒരു ചോദ്യമില്ല. അവിടെയും നമുക്ക് പോയിന്റ് ചെയ്യാവുന്ന ഒരു പ്രധാന കാരണം, ഈസുബിയസിന്റെ റെക്കഗ്നൈസ്ഡ് പുസ്തകത്തിനകത്തും വെളിപ്പാട് പുസ്തകം ഇൻക്ലൂഡ് ആണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നോ? കാരണം വെളിപ്പാട് പുസ്തകം വളരെ പ്രശ്നം, വെളിപ്പാട് പുസ്തകത്തിന് ഇച്ചിരി പ്രശ്നം 3-ാം നൂറ്റാണ്ടിൽ ഉണ്ടാവുന്നുണ്ട്, ഞാനത് പറയാം. എന്നാൽ 1-2-ാം നൂറ്റാണ്ടിലെ ഒരു സഭയിലും വെളിപ്പാട് പുസ്തകത്തെ പറ്റി ഒരു ക്വസ്റ്റ്യൻ പോലും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഈസുബിയസിന്റെ റെക്കഗ്നൈസ്ഡ് പുസ്തകത്തിനകത്ത് 22 പുസ്തകമുണ്ട്, ഇൻക്ലൂഡിംഗ് ബുക്ക് ഓഫ് റെവലേഷൻ. രണ്ടാമത്തേത്, അന്നേരം ഡിസ്പ്യൂട്ടഡ് ബുക്ക് ഏതൊക്കെയായിരിക്കണം ഡിസ്പ്യൂട്ട് ചെയ്തത്? ഇനി നിങ്ങൾ പറഞ്ഞു ബാക്കിയുള്ള 5 എണ്ണം ഡിസ്പ്യൂട്ട് ചെയ്തു. ബാക്കിയുള്ള 5 എണ്ണം നിങ്ങളുടെ സൗണ്ട് വരണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് ഏതൊക്കെയാ 5 എണ്ണം എന്നുള്ളത്. സെക്കൻഡ് പീറ്റർ, അടുത്തത് സെക്കൻഡ് ആൻഡ് തേർഡ് ജോൺ, ജൂഡ് ആൻഡ് ജെയിംസ്. 5 പുസ്തകം. ഇതിനകത്തൊരു കാര്യമുണ്ട്, ഇന്നും നമ്മൾ ഈ പുസ്തകങ്ങൾ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ 5 പുസ്തകങ്ങൾ ഇന്നും നമ്മൾ കുറച്ചല്ലേ ഉപയോഗിക്കാറുള്ളൂ? ഒന്ന് തലയാട്ടിക്കുക. സത്യമല്ലയോ? ഒരു പരിധി വരെ സത്യമാണ്. എല്ലാവരും അല്ല, ഒരു പരിധി വരെ സത്യമാണ്. അന്നേരം ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഈ പുസ്തകങ്ങൾ, ഈ പുസ്തകത്തിനകത്ത് ഏറ്റവും ഡിസ്പ്യൂട്ട് ചെയ്ത പുസ്തകമാണ് സെക്കൻഡ് പീറ്റർ. ഏറ്റവും എന്ന് പറഞ്ഞാല് ഒരാൾ പറഞ്ഞു അത് അപ്പോസ്തലന്മാർ എഴുതി നൽകിയതാണ്, അന്നേരം മറ്റേയാൾ പറഞ്ഞു അല്ല അത് 2nd സെഞ്ചുറി ഡോക്യുമെന്റ് ആണ്. അങ്ങനെ ഏറ്റവും ഡിസ്പ്യൂട്ട് ചെയ്ത പുസ്തകമാണ് ഈ സെക്കൻഡ് പീറ്റർ. പക്ഷേ നമുക്കറിയാം AD 250 ആയപ്പോഴത്തേക്ക്, AD 250 ആയപ്പോഴത്തേക്ക് ഒറിഗന്റെ ആ പ്രഭാഷണത്തിൽ ഇൻക്ലൂഡിങ് സെക്കൻഡ് പീറ്റർ 27 പുസ്തകത്തിന്റെ ലിസ്റ്റ് നമുക്ക് കാണാം. അത് ഞാന് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ഈ ഡിസ്പ്യൂട്ടഡ് പുസ്തകത്തെ അംഗീകരിച്ച കാര്യം, അംഗീകരിച്ചു എന്ന വാക്ക് തെറ്റാണ്, റെക്കഗ്നൈസ് ചെയ്ത കാര്യം ആരൊക്കെയാണ് റെക്കഗ്നൈസ് ചെയ്തതെന്ന് ഞാൻ പറയാം. പക്ഷെ അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങാതിരിക്കുവോ? കുഴപ്പമില്ലല്ലോ. കാരണം എനിക്ക് പറയാൻ തന്നെ പ്രയാസമാണ്. അന്നേരം കേൾക്കുന്ന ആൾക്കാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന്നേരം ഇങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നൊരു കാര്യം മനസ്സിലായില്ലേ? തിരുവഴുത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു പശ്ചാത്തലം നോക്കിക്കോളൂ. അന്നേരം ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള പുസ്തകം ഈ 5 എണ്ണമാണ്. ഇനിയും ഈസുബിയസിന്റെ ഹിസ്റ്ററി കേട്ടോ. മൂന്നാമത്തെ കാറ്റഗറി റിജക്റ്റഡ് ബുക്കാണ്. ഈ റിജക്റ്റഡ് ബുക്കില് നമ്മൾ ഒരു 2-3 പേര് പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതുണ്ട്. ഒന്ന് ഏറ്റവും പോപ്പുലറായി 2-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വളരെ കൃത്യമായ ദൈവശാസ്ത്രം അടങ്ങിയ ഒരു പുസ്തകമായിരുന്നു ഷെപ്പേർഡ് ഓഫ് ഹെർമാസ്, ഹെർമാസിലെ ഇടയൻ. ആ പുസ്തകം അങ്ങനെ ആ പേര് കേട്ടിട്ടുണ്ടോ? ഷെപ്പേർഡ് ഓഫ് ഹെർമാസ് 2nd സെഞ്ചുറിയിലെ വളരെ നല്ലൊരു എഴുത്തായിരുന്നു. അത് ഈസുബിയസിന്റെ ചരിത്രത്തിനകത്ത് റിജക്റ്റഡ് ബുക്കിനകത്താണ് വന്നേക്കുന്നത്. റിജക്റ്റഡ് ബുക്സ് ഞാനൊരു 3-4 പേര് പറയാം, ഒന്ന് ഓർത്തിരിക്കണം. ആക്ട്സ് ഓഫ് പോൾ, ഷെപ്പേർഡ് ഓഫ് ഹെർമാസ്, അപ്പോക്കാലിപ്സിസ് ഓഫ് പീറ്റർ, എപ്പിസൽ ഓഫ് ബർണബാസ്, ഡിഡാക്കെ ആൻഡ് ഗോസ്പൽ ഓഫ് ഹീബ്രൂസ്. ഇങ്ങനെ ചില
വളരെ ഓർത്തഡോക്സ് ടീച്ചിങ് അടങ്ങിയ പുസ്തകങ്ങളാണ് ഇതിൽ. ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പുസ്തകങ്ങളിലെല്ലാം സത്യസന്ധമായ പഠിപ്പിക്കലായിരുന്നു. പക്ഷേ സത്യസന്ധമായ പഠിപ്പിക്കലായതുകൊണ്ട് അത് കാനോനിൽ വന്നില്ല. ഓക്കെ, കുറച്ചുകൂടെ സ്ലോ ആക്കാം ശ്രദ്ധിച്ചു. ആ പുസ്തകങ്ങളുടെ പേരിൽ നിങ്ങളെല്ലാം ഒന്ന് ഓർക്കണ്ട. ഷെപ്പേർഡ് ഓഫ് ഹെർമാസ് ഓർക്കാമല്ലോ. ഷെപ്പേർഡ് ഓഫ് ഹെർമാസ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ റോമാലേഖനം ലാസ്റ്റ് അധ്യായത്തിനകത്ത് ഹെർമാസ് എന്നൊരു പേരുണ്ട്. എന്റെ ഓർമ്മയെ ഞാൻ വിട്ടുപോയി, ഞാൻ ഇന്ന് ഈ അടുത്ത കാലത്ത് നോക്കിയിട്ടില്ല. ഉണ്ട്, ആ ഹെർമാസ് ആണെന്നൊക്കെ പറയും, പക്ഷെ അല്ല. 150ക്ക് ശേഷമാണ് ഈ പുസ്തകത്തിന്റെ ഡേറ്റ് വരുന്നത്. 150ക്ക് ശേഷം. ഷെപ്പേർഡ് ഓഫ് ഹെർമാസിനെ പറ്റി ആളുകൾ, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഹോദരന്മാർ പറയുന്നതാണ്, കണ്ടോ ഷെപ്പേർഡ് ഓഫ് ഹെർമാസ് ആയിരുന്നു മത്തായി സുവിശേഷത്തെക്കാൾ പോപ്പുലർ, അതുകൊണ്ട് അതും സ്ക്രിപ്ചർ ആയിട്ട് അംഗീകരിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നോ. കാരണം ഈ ഷെപ്പേർഡ് ഓഫ് ഹെർമാസിന്റെ പഠിപ്പിക്കലിൽ തെറ്റുള്ളത് കൊണ്ടല്ല. ഇനി അതിനെക്കാട്ടും വേറൊരു രസമുണ്ട്. ഗോസ്പൽ ഓഫ് പോൾ എന്നും പറഞ്ഞ്, ഗോസ്പൽ ഓഫ് പോൾ എന്നും പറഞ്ഞ് ഒരു നല്ല മനോഹരമായ ഒരു ലെറ്റർ 2nd സെഞ്ചുറിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ പോൾ എഴുതിയതൊന്നും അല്ല. അതിന്റെ ടീച്ചിങ്ങിന് ഒരു കുഴപ്പമില്ല. അതിന്റെ എഴുത്തുകാരനെ പറ്റി പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ, എഴുത്തുകാരൻ പൗലോസിനെ വളരെയധികം സ്നേഹിച്ചുകൊണ്ട് പുള്ളിയുടെ പേരിൽ ഒരു പുസ്തകം എഴുതിയതാന്നാ പറയുന്നത്. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അന്നേരം നോക്കൂ, ഷെപ്പേർഡ് ഹെർമാസ് അല്ലെങ്കിൽ അപ്പോകാലിപ്സിസ് ഓഫ് പീറ്റർ, ഡിഡാക്കെ, ലെറ്റർ ഓഫ് ബർണബാസ്, ഇതെല്ലാം റിജക്ട് ചെയ്യാൻ ഫസ്റ്റ് ക്ലെമന്റ്, 7 ലെറ്റേഴ്സ് ഓഫ് ഇഗ്നേഷ്യസ്, അങ്ങനെയൊക്കെ ഒത്തിരി പുസ്തകമുണ്ട്. ഒത്തിരി എന്ന് പറഞ്ഞാൽ 500 ഒന്നും ഇല്ല കേട്ടോ. ഒരു 10-25 എണ്ണം ഒക്കെ തപ്പി കണ്ടെടുക്കുക, അത്രേ ഉള്ളൂ. പോട്ടെ, ഒരു 50 എണ്ണം എടുക്കാം, 50 എണ്ണം, അതിനപ്പുറത്തോട്ടൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം, ഇത്രയും പുസ്തകങ്ങളെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പുസ്തകങ്ങളെ റിജക്റ്റഡ് ബുക്കായിട്ടാണ് ഈസുബിയസിന്റെ ഹിസ്റ്ററിക്കകത്ത് പറഞ്ഞേക്കുന്നത്. കാരണം അതിന്റെ പഠിപ്പിക്കലിൽ തെറ്റുണ്ടായിരുന്നതുകൊണ്ടല്ല, പക്ഷേ അതിന്റെ എഴുത്തുകാർ അപ്പോസ്തലന്മാരായിരുന്നില്ല, അപ്പോസ്തോലസിന്റെ ക്ലോസ് അസോസിയേറ്റീവ് ആയിരുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ ഒരു ദിവസം പറഞ്ഞു ഓർക്കുന്നുണ്ടോ, മൊറോറ്റോറിയൻ ഫ്രാഗ്മെന്റിന്റെ ഓർഡർ AD 180 ഡേറ്റഡ് ആയിരിക്കുന്ന മൊറോറ്റോറിയൻ ഫ്രാഗ്മെന്റിന്റെ ഓർഡർ പറഞ്ഞേക്കുന്നത് ഷെപ്പേർഡ് ഓഫ് ഹെർമാസിനെ പറ്റി പറഞ്ഞേക്കുന്ന ഒരു വാചകമാണ്. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ അവർ ടൈംസ് എന്ന് എഴുതിയേക്കുന്നത്. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ അവർ ടൈംസ്. അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ? The 2nd century Christians are not willing to accept the 2nd century document. That is the meaning. അതല്ലേ അതിന്റെ ഒരു കോമൺ തിയറി നമുക്ക് കൊടുക്കാവുന്നേ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്കൊരു സുഖം തോന്നുന്നില്ല. അല്ലേ? ഈ വീഡിയോ തീരെ ആൾക്കാർ കുറവാന്ന് തോന്നുന്നു ഓണാക്കിയേക്കുന്ന. സൗകര്യമുള്ളവരൊക്കെ ഒന്ന് ഓണാക്കുന്നത്, എനിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കാണാമല്ലോ. ഓക്കെ, താങ്ക് യു. ശ്രദ്ധിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങൾ, 2nd സെഞ്ചുറി ഡോക്യുമെന്റ് പലതും വളരെ ഒതന്റിക് വർക്കായിരുന്നു. എന്നാൽ ദൈവസഭകൾ അത് സ്വീകരിക്കാതെ പോയത് അപ്പോസ്തലന്മാരുടെ അറ്റസ്റ്റേഷൻ ഇല്ലായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ ആ പുസ്തകങ്ങൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ സഭകൾ അത് സ്വീകരിക്കാൻ വില്ലിങ് ആയിരുന്നില്ല. പഠിപ്പിക്കലിലെ തെറ്റല്ല അത്. അങ്ങനെ പഠിപ്പിക്കലിൽ തെറ്റില്ലാതെ 2-ാം നൂറ്റാണ്ടിലെ സഭയിൽ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടൊക്കെ ഉണ്ട്. വായിക്കുന്നതിന് കുഴപ്പം, സത്യസന്ധമായ ഒരു പുസ്തകം വായിക്കുന്നതിന് കുഴപ്പം. അത് സത്യസന്ധമായത് കൊണ്ട് അത് ഇൻസ്പയർഡ് സ്ക്രിപ്ചർ ആകണമെന്നുണ്ടോ? നോ. ഒരുവിധമൊക്കെ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഒരുവിധമൊക്കെ. എന്നിട്ട് ഈ റിജക്റ്റഡ് ബുക്ക്, ഇതിനെ തള്ളിയ ലിസ്റ്റിലാണ് ഈസുബിയസ് ഇട്ടേക്കുന്നത്. ഇനിയും അടുത്തത് രസകരമായ കാര്യമാണ്. അപ്പോക്രിഫൽ ബുക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഹെററ്റിക്കൽ ബുക്സ് ഉണ്ട്. ഞാൻ അപ്പോക്രിഫൽ പുസ്തകത്തിനെ പറ്റി പിന്നെ പറയാം. ഹെററ്റിക്കൽ ബുക്സിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്, ഏറ്റവും പോപ്പുലർ ആയിട്ട് അന്നുണ്ടായിരുന്ന ഒരു സുവിശേഷമാണ് ഗോസ്പൽ ഓഫ് തോമസ്. കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ അതിനോട് ചേർന്ന് പറയാവുന്ന മറ്റൊരു പേരുണ്ട്, ഇൻഫാൻസി ഗോസ്പൽ ഓഫ് തോമസ്.
ഇനിയും അതുപോലെയുള്ളൊരെണ്ണമുണ്ട്, ഗോസ്പൽ ഓഫ് പീറ്റർ, ഗോസ്പൽ ഓഫ് ജെയിംസ്, ഗോസ്പൽ ഓഫ് പീറ്റർ, ഗോസ്പൽ ഓഫ് ജെയിംസ്, ഗോസ്പൽ ഓഫ് മേരി മഗ്ദലൈൻ, ഗോസ്പൽ ഓഫ് മേരി മഗ്ദലൈൻ, ഗോസ്പൽ ഓഫ് മത്തിയാസ്, ആക്ട്സ് ഓഫ് ആൻഡ്രൂ, ആക്ട്സ് ഓഫ് ജോൺ. ഇങ്ങനെ അപ്പോ ഈ ദുരുപദേശം അടങ്ങിയ ചില പുസ്തകങ്ങളുണ്ട്. ഇതിനകത്ത് വളരെ പോപ്പുലർ ആയിരുന്നു ഗോസ്പൽ ഓഫ് പീറ്ററും ഗോസ്പൽ ഓഫ് തോമസും. ഗോസ്പൽ ഓഫ് തോമസും എങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. നോക്കി, ഞാൻ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഈ ഗോസ്പൽ ഓഫ് തോമസിനകത്ത്, അല്ലെങ്കിൽ ഗോസ്പൽ ഓഫ് ജെയിംസ് ഒരു പുസ്തകമുണ്ട്, അതിൽ ഗോസ്പൽ ഓഫ് പീറ്റർ, ഈ പീറ്ററിനകത്ത് അല്ലെങ്കിൽ ഗോസ്പൽ ഓഫ് യാക്കോബിന്റെ സുവിശേഷം എന്നൊക്കെ പറയുന്ന പുസ്തകത്തിനകത്ത് പ്രധാനപ്പെട്ട ഒരു കഥ പറയാം. പ്രധാനപ്പെട്ട ഒരു കഥ, ആ പുസ്തകത്തിനകത്താണ് യേശുവിന്റെ അമ്മയുടെ പെർപ്പച്വൽ വെർജിനിറ്റി പറയുന്ന പുസ്തകം. അതാണ്. മക്കളില്ലായിരുന്നു, ജോസഫ് സൂക്ഷിക്കാനായിട്ട് കല്യാണം കഴിച്ചതാണ്. അങ്ങനത്തെ ഒത്തിരി എന്നാ പറയാ, ലെജൻഡറി എംബാരിഷ്മെന്റ്, ഇങ്ങനെ ഭയങ്കരം ഐതിഹാസികമായ കഥകൾ പറയുന്ന പുസ്തകങ്ങളാണ് അതെല്ലാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർത്തിട്ടുണ്ട്, ഈ കത്തോലിക്കരോ ഓർത്തഡോക്സുകാർക്കോ വല്ലൂ ഇങ്ങനെ കുറച്ച് പുസ്തകം കാനോൻ ചെയ്യാൻ അവരാണ് പുസ്തകം കണ്ടെത്തി കുത്തി കെട്ടിയിരുന്നതെങ്കിൽ ഏത് പുസ്തകങ്ങൾ ഇതിനകത്ത് വന്നേനെ? ഹലോ, ഒരവസരമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഏതെല്ലാം പുസ്തകം ഇതിനകത്ത് വന്നേനെ? അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ കഥ പറയുന്ന, പിടികിട്ടിയോ? എന്നിട്ടില്ലാത്തത് സംഘടിപ്പിക്കാൻ വേണ്ടി ഗ്രീക്കിൽ അങ്ങനെയാണ്. എനിക്ക് അതിനെക്കാട്ട് ഏറ്റവും രസം എന്നാണെന്നറിയാമോ? ഗ്രീക്കിൽ അങ്ങനെയാണെന്നും പറഞ്ഞിട്ട് 2000 എഴുതിയ മോഡേൺ ഗ്രീക്കിന്റെ ട്രാൻസ്ലേഷനാണ് കാണിക്കുന്നത്. അതെങ്ങനെ ലോജിക്ക് ശരിയാകുന്നേ? നമ്മളൊരു കാര്യം അന്വേഷിക്കുമ്പം ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ബൈബിള് മുഴുവൻ തെറ്റാണ്. അന്നേരം ചോദിക്കുക, വായിച്ചിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞു കേട്ടതാ. ഇനി വായിച്ചിട്ടുണ്ടെങ്കിൽ ഏതാ വായിച്ചേക്കുന്നത്? NIV-ക്കകത്തെ പ്രശ്നമാണ്. NIV വായിച്ചിട്ട് തെറ്റാണെന്ന് പറഞ്ഞാൽ എന്ത് ലോജിക്കാണ് അതിനകത്തുള്ളത്? ഏറ്റവും കുറഞ്ഞത് AD 300 ആ ഫ്രാഗ്മെന്റ് വായിച്ചിട്ട് പറയുകയായിരുന്നെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. ഞാൻ പറയുന്ന ആ ലോജിക്ക് കിട്ടിയോ? ആട്ടെ, അതെല്ലാം പോട്ടെ. ഇതൊക്കെ ഒരിക്കൽ പോലും ദൈവസഭകൾ അംഗീകരിച്ചിരുന്നില്ല. ഇതൊക്കെ ഇടയ്ക്ക് വായിച്ചിട്ടുണ്ട്, പക്ഷെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതെല്ലാം അപകടം പിടിച്ച പുസ്തകമാണെന്ന് പറഞ്ഞ് സെക്കൻഡ് സെഞ്ചുറി ചർച്ച് റിജക്റ്റഡ്. They consider these books are heretical. തെറ്റായ പടി. ഇനിയും ഈ തോമസിന്റെ സുവിശേഷത്തിനകത്തെ ഒരു വാക്യം വായിക്കാം. ഒരു വാക്യം നിങ്ങളുടെ PDF അവൈലബിൾ ആണ് കേട്ടോ, നിങ്ങൾ വായിച്ചു നോക്കണം. തോമസിന്റെ സുവിശേഷത്തിനകത്തെ ഒരു വാക്യം മാത്രം ഞാൻ വായിച്ചേൽപ്പിക്കാം. അവസാന അധ്യായത്തിന്റെ അവസാനത്തെ വാക്യമാണ്. അവസാനത്തെ ആ 2-3 വാക്യങ്ങളിൽ ഒരു വാക്യം ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചേൽപ്പിക്കാം. തോമസിന്റെ സുവിശേഷം. ഇനി നിങ്ങൾ പറഞ്ഞോണം ആ പുസ്തകം നമ്മുടെ ബൈബിളിൽ വേണമായിരുന്നോ എന്നുള്ളത്. ആ വാക്യം ഇതാണ്: ജീസസ് said, for every woman who makes herself male will enter the kingdom of heaven. എങ്ങനെയുണ്ട് വാക്യം? സഹോദരിമാരെ, നിങ്ങൾ എല്ലാവരും സഹോദരന്മാരായാൽ മാത്രമേ സ്വർഗത്തിൽ കയറുള്ളൂ എന്നാണ് അതിന്റെ ലളിത ട്രാൻസ്ലേഷൻ. നിങ്ങൾക്ക് ഈ പുസ്തകം ബൈബിളിൽ വേണമായിരുന്നോ? ഇത് കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ച് ഉണ്ടല്ലോ, കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ച്. കോപ്റ്റിക് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെ അലക്സാണ്ട്രിയയിലെ ഓർത്തഡോക്സ് ചർച്ച്. കോപ്റ്റിക് അവരുടെ ലാംഗ്വേജ് ആണ്. കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ചിൽ ഈ പുസ്തകമുണ്ട്. അവരുടെ ബൈബിളിൽ എത്ര പുസ്തകം ഉണ്ടെന്ന് അറിയാമോ? 81. 27 ന്യൂ ടെസ്റ്റ്മെന്റിൽ ഐ തിങ്ക് 36 ആണ് അവർക്ക്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ 46 സംതിങ്, ഞാൻ മറന്നുപോയി, കൃത്യം ഓർക്കുന്നില്ല. നമുക്കറിയാം ഈ 27 പുസ്തകത്തിന് അവർക്ക് ആർക്കും യാതൊരു
അധികാരവും അതിങ്ങനെ 27 പുസ്തകം ലഭിച്ചതിനകത്തില്ല. ബാക്കി പുസ്തകങ്ങളുടെ ഒക്കെ ഒതന്റിസിറ്റി അവർക്ക് തന്നെ ഉള്ളതാണ് കേട്ടോ. ബാക്കി പുസ്തകങ്ങളുടെ എല്ലാം ഒതന്റിസിറ്റി അവർക്ക് തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് ഇത്രയും കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകുക. ഇനി നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ എവരി വുമൺ ഹു മേക്സ് ഹെർസെൽഫ് മെയിൽ വിൽ എന്റർ ദ കിങ്ഡം ഓഫ് ഹെവൻ, അങ്ങനത്തെ പുസ്തകം നമുക്ക് വേണ്ടല്ലോ. വേണോ ആർക്കെങ്കിലും? നോ 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 നോ. പീറ്ററിന്റെ സുവിശേഷത്തിനകത്ത് രസമായ ഒരു കഥ പറയാം. ഈ യേശു, അതിനകത്തെ നറേറ്റീവ് എന്നുള്ളത് യേശു ഉയർത്തെഴുന്നേറ്റ് വരുന്ന സംഭവമാണ് വിവരിച്ചേക്കുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റ് വരുന്ന സംഭവമാണ് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ജയൻ ജീസസ് ആണ്. തല ആകാശത്തെ മുട്ടുന്നു. ഈ നമുക്കുള്ള 4 സുവിശേഷങ്ങള് ഇങ്ങനത്തെ ഈ എംബാരിഷ്മെന്റ് ആയിട്ടുള്ള കഥകളൊന്നും പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല. ഈ ഗോസ്പൽ ഓഫ് തോമസിനകത്ത് പറയുന്നത് കർത്താവ് ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് കല്ലറകളെ ഭേദിച്ചു പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ കർത്താവ് ഇങ്ങനെ ജയൻ ജീസസ് ആയിട്ട് നടന്നു വരുന്നു, തല ആകാശത്തെ മുട്ടുന്നു, തന്റെ പുറകിൽ ആ ടോമ്പിൽ നിന്ന് ഒരു ക്രോസ് തന്നെ അനുഗമിക്കുന്നു. ഞാൻ ഇടയ്ക്ക് ഒരാളോട് ചോദിച്ചു, അത് തന്നെ ഈ ഉപകാരമായിട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ കുരിശ് കൊണ്ട് അതിനകത്ത് വെച്ചതാണോ എന്ന് ഒരാളോട് ഞാൻ ചോദിച്ചായിരുന്നു. യേശുവിന്റെ കുരിശ് തന്നെ. ആ കുരിശ് പുറകെ നടന്നു വരുന്നു, കുരിശ് പിന്നാലെ സംസാരിക്കുന്നു. ഇങ്ങനത്തെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അടങ്ങിയ പുസ്തകങ്ങളാണ് ഗോസ്പൽ ഓഫ് തോമസ്, ഗോസ്പൽ ഓഫ് പീറ്റർ. ഇതിനകത്ത് രസം എന്താണെന്നറിയാമോ? ഈ ഗോസ്പൽ ഓഫ് തോമസ് ഒക്കെ ഈ ഓർത്തഡോക്സുകാരുടെ ആവേശം കയറി പറയാറുണ്ട് നമ്മളെ തോമസ് എഴുതിയതാന്നൊക്കെ. എന്റെ പൊന്നെ, അതൊക്കെ എന്തൊരു കഥ! ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കുന്നേ? ഇത്രയും കഥയൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? തോമസ് ഈ സമയത്ത് ഇന്ത്യയിലായിരുന്നു. 100 മുമ്പ് തോമസ് മരിച്ചു പോയെന്ന് നിശ്ചയമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ ഡേറ്റ് ഇട്ടേക്കുന്ന 150-ലാണ്. ഇത് മറ്റു സുവിശേഷങ്ങളുമായിട്ട് ഭയങ്കര വ്യത്യാസമാണ്. ഇതൊന്നും നമ്മുടെ ഒരു കോമൺ ലോജിക്കിന് പോലും ചേരുന്ന കാര്യങ്ങളല്ല. പിടികിട്ടി? അന്നേരം ഗോസ്പൽ ഓഫ് തോമസ്, ഗോസ്പൽ ഓഫ് പീറ്റർ, ഇനി വേറെണ്ണമുണ്ട് ഗോസ്പൽ ഓഫ് ജൂഡ്, യൂദായുടെ ലേഖനം. അത് ഏത് യൂദായാണ്? പണ്ടാരണ്ട പറഞ്ഞ പോലെ കർത്താവിന് ഒറ്റ കൊടുത്താലും ചാകുന്നതിന് മുമ്പ് ഒരു ലേഖനം എഴുതിയിട്ടാണല്ലോ പോയി ചത്തെന്ന് പണ്ടൊരാൾ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഇതിൽ ഏത് യൂദായാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കേട്ടോളൂ, ആ യൂദായുടെ ലേഖനം, അതിനകത്ത് ഇങ്ങനത്തെ നിരവധി കഥകളാണ്. അതുകൊണ്ട് റെക്കഗ്നൈസ്ഡ് ബുക്ക്, ഡിസ്പ്യൂട്ടഡ് ബുക്ക്, റിജക്റ്റഡ് ബുക്ക്, ഹെററ്റിക്കൽ ബുക്ക് കിട്ടിയോ? ഇത് ഈസൂബിയസിന്റെ ആണ്. അദ്ദേഹം ഇട്ട ചരിത്രം, അദ്ദേഹം ഇട്ട കാനോനിക്കൽ ആ കാറ്റഗറിയാണ്. ഇങ്ങനെ ഒരു കാര്യം 3-ാം നൂറ്റാണ്ടിലൊടുവിൽ 4-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഈസൂബിയസിന്റെ പുസ്തകത്തിനകത്ത് കാണാം. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ആ വൈഡ്ലി ഡിസഗ്രിമെന്റ് നിർത്താം. 2-ാം നൂറ്റാണ്ടിന്റെ ഒടുവിലായി ചില പുസ്തകങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് 2 പീറ്റർ, ജൂഡ്, ജെയിംസ്, 2 and 3 ജോൺ, ഈ 5 പുസ്തകങ്ങളെ സംബന്ധിച്ച് ചെറിയ ഡിസ്പ്യൂട്ട് സഭകൾ തമ്മിലുണ്ടായിരുന്നു. ഇത് ദൈവവചനം തന്നെയാണോ എന്നതിനെ സംബന്ധിച്ച് അവരുടെ ഇടയിൽ സംശയമുണ്ടായിരുന്നു. എന്നാൽ AD 250 ആയപ്പോഴത്തേക്ക് 27 പുസ്തകങ്ങളും അപ്പോസ്തലന്മാരാൽ എഴുതി നൽകിയതാണ് എന്ന് കൃത്യമായ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആൻഡ് പാട്രിസ്റ്റിക് ടെസ്റ്റിമണി നമുക്കുണ്ട്. അതുകൊണ്ടാണ് 27 പുസ്തകങ്ങളാണ് വിശുദ്ധ തിരുവെഴുത്തിലുള്ളതായി നാം ചരിത്രത്തിലൂടെ, വിശുദ്ധ തിരുവെഴുത്തായി ചരിത്രത്തിലൂടെ, അപ്പോസ്തലന്മാരുടെ അപ്പോസ്തോലിക് ഫാദേഴ്സിന്റെ എഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. 26 ഇല്ല, 28 ആകുകയില്ല. only 27 ബുക്സ്. ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ഏകദേശം ഒരു ഐഡിയ. ഷെപ്പേർഡ് ഹെർമോസ് എടുത്തോണ്ട് വരുമ്പോഴേ ചോദിച്ചോണം, അയ്യോ അത് മൊറട്ടോറിയം ഫ്രാഗ്മെന്റ് ഓതർ പറഞ്ഞേക്കുന്നേ നമ്മുടെ കാലഘട്ടത്തിൽ എഴുതിയതാണ്, അതുകൊണ്ട് അതിന്റെ അർത്ഥം നമ്മുടെ കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകങ്ങൾ അവർ അപ്പോസ്തോലികമായിട്ട് അംഗീകരിച്ചിരുന്നില്ല എന്നതാണ്. ഏകദേശം ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അന്നേരം വൈഡ്ലി ഡിസഗ്രിമെന്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, വെറും കള്ളക്കഥയായിരുന്നു.
5000 പുസ്തകത്തിൽ നിന്ന് 27 സെലക്ട് ചെയ്യാൻ വേണ്ടി പ്രസ്പിറ്ററി കൂടി കൈപൊക്കി സാങ്ഷൻ ആക്കിയതൊന്നുമല്ല. അത് പാവങ്ങളെ കളിപ്പിക്കുന്നതാണ്. അധികാരികളുടെ ആ നൂൽച്ചരടിൽ പാവങ്ങളായ വിശ്വാസികളെ കെട്ടിയിടാനായിട്ട് അധികാരവർഗം കണ്ടെത്തിയ കല്ലുവെച്ച നുണയാണ് ഞങ്ങൾ ഇതിനകത്തുനിന്ന് തെരഞ്ഞെടുത്ത് തന്നതാണെന്നുള്ള കഥ. വളരെ പ്രയാസവും വിഷമവും ഒക്കെ ഇത് പറയുമ്പോൾ എനിക്കുണ്ട്. വഞ്ചിക്കപ്പെടരുത്, ഒരാൾ പോലും വഞ്ചിക്കപ്പെടരുത്. അങ്ങനെയെങ്കിൽ കാനോൻ അല്ലെങ്കിൽ 27 പുസ്തകങ്ങൾ നമുക്ക് നൽകിയത് ആരാന്നറിയാമോ? ത്രിയേക ദൈവം നമുക്ക് നൽകിയതാണ് 27 പുസ്തകം. അതാണ് എന്റെ അർത്ഥം. നമുക്ക് വൈഡ്ലി ഡിസഗ്രിമെന്റ് അങ്ങ് മാറ്റിവെക്കാം അല്ലേ? ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. ഈ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. അടുത്ത ഒരു മിസ്കൺസെപ്ഷൻ, ദ early stages apocryphal books were as popular as the canonical gospel. പറയാം ഒന്നുകൂടെ. The early stages apocryphal books were as popular as the canonical gospel. മലയാളം നമുക്ക് കാനോനിക്കൽ, ആ കാനോൻ എന്നുള്ള വാക്ക് ആ സ്റ്റാൻഡേർഡ് അളവുകോൽ എന്നുള്ള നിലയിൽ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. അല്ല അതിന് പ്രത്യേക ഇൻസ്പയർഡ് വേർഡൊന്നും അല്ലായിരുന്നു കേട്ടോ. കാനോൻ 27 പുസ്തകങ്ങളുടെ ആ കാനോൻ ഓഫ് ദ സ്ക്രിപ്ചർ നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ്. ഒരു ദൈവവാസം പറഞ്ഞ് ജീസസ് ഈസ് ദ കാനോൻ എന്നാ പറഞ്ഞത്. ജീസസ് ഈസ് ദ കാനോൻ. നമ്മുടെ മനസ്സിലാക്കാര്യങ്ങൾ ഉണ്ടാകുക. ഇപ്പോൾ ഞാൻ പറയാനായിട്ട് പോകുന്നത് അപ്പോക്രിഫൽ പുസ്തകങ്ങൾ, ഇവരുടെ ഒരു ആരോപണമാണ്. അപ്പോക്രിഫൽ പുസ്തകങ്ങളും മറ്റു സുവിശേഷങ്ങളെ പോലെ തന്നെ പോപ്പുലർ ആയിരുന്നു എന്നുള്ളത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം. ഈ 21st സെഞ്ചുറിയിലെ ആ ഒരു ഇതിൽ തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ഒരു ബുക്ക് പോപ്പുലർ ആകണമെങ്കിൽ 2 കാര്യം ഉണ്ടായിരിക്കണം. ഒന്ന്, ആ പുസ്തകത്തെ കൂടുതൽ ആളുകൾ കോട്ട് ചെയ്യണം. 2, ആ പുസ്തകത്തിന്റെ നിരവധി എഡിഷൻസ് ഉണ്ടായിരിക്കണം. ഇങ്ങനല്ലേ ഒരു പുസ്തകം പോപ്പുലർ ആകുന്നത്? സിമ്പിൾ കാര്യം. നിങ്ങൾ ഏത് പ്രൊഫഷനിലാണോ ആ പ്രൊഫഷനിലുള്ളവർക്ക് അറിയാം. നമ്മൾ ഇപ്പൊ മെഡിക്കൽ സയൻസ് ആണെങ്കിൽ ഏത് പുസ്തകമാണ് പോപ്പുലർ ആയിരിക്കുന്നത്? കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന, കൂടുതൽ ആളുകൾ സൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോട്ട് ചെയ്യുന്ന പുസ്തകങ്ങളാണ് പോപ്പുലർ. 2, ആ പുസ്തകം പോപ്പുലർ ആണെന്നുള്ളതിന്റെ തെളിവാണ് എല്ലായിടത്തും അതിന്റെ കോപ്പി വേണം. പോപ്പുലർ ആയിരിക്കണം, നിരവധി എഡിഷൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെ ആ ഒരു മെഷർമെന്റ് വെച്ച് നോക്കിയാൽ അപ്പോക്രിഫ പുസ്തകങ്ങൾ, അപ്പോക്രിഫ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ ഗോസ്പൽ ഓഫ് തോമസ്, ഗോസ്പൽ ഓഫ് പീറ്റർ, ഗോസ്പൽ ഓഫ് ജൂഡ്സ്, ലെറ്റർ ഓഫ് ഹീബ്രൂസ്, അങ്ങനെ നിരവധി പുസ്തകങ്ങൾ അതൊന്നും പോപ്പുലർ ആയിരുന്നില്ല എന്നതാണ് സത്യം. കാരണം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ 2nd സെഞ്ചുറിയിലെ ദൈവദാസന്മാര് ചില കാര്യങ്ങൾക്ക് വേണ്ടി അപ്പോക്രിഫൽ റൈറ്റിംഗ്സിൽ നിന്ന് കോട്ടിങ് എടുത്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ പറയാനായിട്ട് കോട്ടിങ് എടുത്തപ്പോ ഏറ്റവും അധികം അങ്ങനെ കോട്ട് ചെയ്ത ഒരാളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്ന ഒരു ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ. ഒരാളുടെ പേര് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ആ ദേവദാസൻ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്തത് ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ ആണ്. പക്ഷെ അദ്ദേഹം കോട്ട് ചെയ്ത കണക്ക് നമ്മൾ നോക്കിയാൽ ഒരു മിനിറ്റ്, ഞാൻ അതിന്റെ ഒരു കണക്ക് ഞാനൊന്ന് പറയാം. 16 പ്രാവശ്യം അപ്പോക്രിഫൽ പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്തപ്പം മത്തായി സുവിശേഷത്തിൽ നിന്ന് 757 ടൈംസ് കോട്ട് ചെയ്തു. ലൂക്കിൽ നിന്ന് 402 ടൈംസ് കോട്ട് ചെയ്തു. ഗോസ്പൽ ഓഫ് ജോണിൽ നിന്ന് 331 ടൈംസ് കോട്ട് ചെയ്തു. മാർക്കിൽ നിന്ന് 182 ടൈംസ് കോട്ട് ചെയ്തു. ഇനി നിങ്ങൾ പറ, ഏത് പുസ്തകമായിരുന്നു പോപ്പുലർ? മറ്റേതിനകത്തുനിന്ന് ടോട്ടൽ 16 ആണ്. 16. ഇനിയും ഇന്നാണല്ലേ ബുക്കിന്റെ എഡിഷൻ വന്നത്. അന്ന് ഇതിന്റെ മാനുസ്ക്രിപ്റ്റ് കാണണം, പാർച്ചമെന്റ് കാണണം. ഗോസ്പൽ ഓഫ് ജോണിന്റെ
60 പാർച്ചമെന്റ് ഉണ്ടെങ്കിൽ അപ്പോക്രിഫൽ ഗോസ്പലിന്റെ ഏറ്റവും നമ്പർ കൂടിയ പാർച്ചമെന്റ് ഏതാണെന്ന് അറിയാമോ? 3 മാനുസ്ക്രിപ്റ്റ് ഉണ്ട് ഗോസ്പൽ ഓഫ് തോമസിനെ പറ്റിയുള്ള, only 3. അതാണ് ഏറ്റവും പോപ്പുലർ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈസിലി മനസ്സിലാക്കാവുന്ന കാര്യമുണ്ട്. The fact is, apocryphal gospels are not popular at all. അതല്ലേ അതിന്റെ സിമ്പിൾ ലോജിക്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ മീൻ. അന്നേരം അടുത്ത ഏറ്റവും വലിയ നുണയാണ് ഈ അപ്പോക്രിഫൽ ഗോസ്പൽ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്ന കഥ എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? 27 പുസ്തകങ്ങളും മറ്റെല്ലാ പുസ്തകങ്ങളും ഒക്കെ ഒരുപോലെ അംഗീകരിക്കപ്പെട്ടതാണ്. അതിനകത്തുനിന്ന് ഒരു 0.5% ഞങ്ങൾ 27 പുസ്തകം തന്നേ ഉള്ളെന്ന് പറയിക്കാനായിട്ട് പറയുന്നതാണ്. ഓൾ അതർ റൈറ്റിംഗ്സ് ആർ സെയിം വേർ ആസ് പോപ്പുലർ, സെയിം വിത്ത് കാനോനിക്കൽ റൈറ്റിംഗ്സ്. അത് ഈ കഥ ഒപ്പിക്കാൻ വേണ്ടി ഇവര് പറയുന്ന കള്ളക്കഥയാണ്. കിട്ടിയോ? അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഇത് ഈ പോപ്പുലർ ആണെന്ന് അറിയാനായിട്ട് 3 ടെസ്റ്റ് നമുക്ക് നടത്താം. ഒന്ന്, എക്സ്റ്റൻഡ് മാനുസ്ക്രിപ്റ്റ്. അങ്ങനെ നോക്കുമ്പോൾ പോപ്പുലർ അല്ല, എക്സ്റ്റൻഡ് മാനുസ്ക്രിപ്റ്റ് ഇല്ല. രണ്ടാമത്തെ കാര്യം ഫ്രീക്വന്റ് ഓഫ് സൈറ്റേഷൻ, ഫ്രീക്വൻസ് ആയിട്ടുള്ള കോട്ടിങ്, ഫ്രീക്വന്റ് ഓഫ് സൈറ്റേഷൻ, അത് നോക്കുമ്പോഴും പോപ്പുലർ അല്ല. മൂന്നാമത്തേത് ദ മാനർ ഓഫ് സൈറ്റേഷൻ, അത് ഉപയോഗിച്ച വിധം നോക്കുമ്പോഴും അതൊരിക്കലും പോപ്പുലർ അല്ല. ഈ 3 കാരണങ്ങൾ കൊണ്ട് അപ്പോക്രിഫൽ ഗോസ്പൽസ് പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളെ പോലെ പോപ്പുലർ അല്ല. ക്ലിയർ ആയോ? ഇതെല്ലാം റെഫറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ എല്ലാത്തിനും ഇന്നലെ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിലെ സൺഡേ സ്കൂൾ പുസ്തകത്തിൽ നിന്നല്ല, ഒറിജിനൽ ഡോക്യുമെന്റിൽ തന്നെ റെഫറൻസ് തരാം. അതുകൊണ്ട് ഇത്രയും കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകുക പ്ലീസ്. ഇനിയും നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു ഓർക്കുന്നു? നമ്മൾ 4 കാര്യം ചിന്തിച്ചു, ഏകദേശം 4 കാര്യം. ഒന്ന്, ഇത് എഴുതാൻ ആര് പറഞ്ഞു? അത് ഓറൽ ട്രഡീഷൻ ആയിരുന്നോ? 2, എഴുതിയപ്പോൾ തന്നെ സ്ക്രിപ്ചർ ആയിരുന്നോ? 3, അയ്യോ ഞാൻ തന്നെ ഇങ്ങനെ വണ്ടി വലിക്കാതെ നിങ്ങളോട് ഒന്ന് പറഞ്ഞേ. 3, വൈഡ്ലി ഡിസഗ്രിമെന്റ് പറയുന്നത് കള്ളക്കഥയാണ്. 5 പുസ്തകമാണ് ഡിസ്പ്യൂട്ട് ചെയ്തിരുന്നത്. എന്നാൽ 2ാം നൂറ്റാണ്ടിന്റെ ഒടുവിലും 3ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി വെരി കോമൺ ആയിട്ട് 27 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം അതാണ്. നാലാമത്തെ നമ്മൾ വളരെ ലളിതമായിട്ട് ചിന്തിച്ചു, അപ്പോക്രിഫൽ ഗോസ്പൽ പോപ്പുലർ ആയിരുന്നില്ല. പോപ്പുലർ ആയിരുന്നെങ്കിൽ അതിനകത്തൊന്ന് കോട്ട് ചെയ്യണം, അതിന്റെ മാനുസ്ക്രിപ്റ്റ് കാണണം. അത് എക്സ്കവേഷൻ നടത്തിയ ആളുകൾ പറഞ്ഞത് വേർ ഈസ് ദ അപ്പോക്രിഫൽ ഗോസ്പൽസ് എന്നാണ് ചോദിച്ചു. വേർ ഈസ് ദ അപ്പോക്രിഫൽ ഗോസ്പൽസ്? ഈ കാരണങ്ങൾ കൊണ്ട് ഈ 4 കാര്യവും ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള മിസ്കൺസെപ്ഷൻ ആണെന്ന് വി ഹാവ് ഹിസ്റ്റോറിക്കൽ റീസൺസ്. നമ്മളിങ്ങനെ ബൈബിൾ കാനനൊക്കെ ഒന്ന് പഠിക്കുകയല്ലേ, ഒന്ന് തലയൊക്കെ നാട്ടി ഒരു സമാധാനം, എന്റെ ഒരു സമാധാനത്തിനായിട്ട്. ഓക്കെ, എന്തായാലും ഇനി അടുത്ത ഒരു അത് ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, ഈ ഡിസ്പ്യൂട്ടഡ് ബുക്കിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ വെളിപ്പാട് പുസ്തകം ഏറ്റവും ക്വസ്റ്റ്യൻ ചെയ്ത പുസ്തകമായിരുന്നു എന്ന് പറയാറുണ്ട് ആൾക്കാർ. അത് ഞങ്ങളുടെ തിരുമേനി പറഞ്ഞുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം ഞങ്ങൾ അംഗീകരിച്ചതെന്നും ഞങ്ങളുടെ തിരുമേനി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്തുനിന്ന് നിങ്ങൾ തിയോളജി ഒന്നും ഡെവലപ്പ് ചെയ്യരുതെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് പറയുന്നത്. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അതങ്ങനാണോ എന്ന് ഞാൻ 1-2 കാര്യത്തിലൂടെ ഒന്ന് പറയാം. എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുള്ളൂ. ഇന്നലെ നമ്മൾ ചിന്തിച്ച 2nd സെഞ്ചുറി ജീവിച്ചിരുന്ന ഹിറപ്പോലിസിലെ ബിഷപ്പിന്റെ പേരാരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒന്ന് നോക്കിയേ പേപ്പറിനകത്തൂടെ. ഇപ്പൊ ഞാൻ സാറ് മാത്രമേ പഠിച്ചുള്ളൂ. പാപ്പിയാസ് മറക്കരുത് കേട്ടോ. കുറഞ്ഞ പക്ഷം പാപ്പിയാസ് മറക്കരുത്, ഐറേനിയസ് മറക്കരുത്, ഇഗ്നേഷ്യസ് മറക്കരുത്, ഡിഡാക്കെ മറക്കരുത്, ലെറ്റർ ഓഫ് ബെർണബാസ് മറക്കരുത്, ക്ലെമന്റ് ഓഫ് റോം മറക്കരുത്, ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ മറക്കരുത്. ഇങ്ങനെ ഇത്രയും പേരെങ്കിലും നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കണം. ഇത്രയും പേര്, ഇവരെല്ലാം 2nd സെഞ്ചുറിയാണ്. 2nd സെഞ്ചുറി നമുക്ക് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ 2nd സെഞ്ചുറി ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് 2nd സെഞ്ചുറി ക്രിസ്ത്യാനിറ്റി. നമ്മൾ പഠിക്കണം, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, നമുക്ക് അതിന്റെ വിശദീകരണം. വെളിപ്പാട് പുസ്തകത്തെ
തിയോളജി അതിനകത്തും ഡെവലപ്പ് ചെയ്തിരുന്നോ? ഏറ്റവും നല്ല ബെസ്റ്റ് എക്സാമ്പിൾ പാപ്പിയാസ് മില്ലേനിയത്തെ പറ്റി പഠിപ്പിച്ചത് ബുക്ക് ഓഫ് റെവലേഷനിൽ നിന്നാണ്. നമുക്കറിയാം 27 പുസ്തകത്തിൽ നിന്ന് മില്ലേനിയം പഠിപ്പിക്കണമെങ്കിൽ, എസ്കറ്റോളജി പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ ഏത് പുസ്തകത്തെ ആയിരിക്കും കൂടുതൽ ട്രസ്റ്റ് ചെയ്യേണ്ടത്? ബുക്ക് ഓഫ് റെവലേഷൻ ആണ്. പാപ്പിയാസ് ബുക്ക് ഓഫ് റെവലേഷനിൽ നിന്നാണ് മില്ലേനിയത്തിന്റെ വിഷയം പഠിപ്പിച്ചത് എന്ന കൃത്യമായ തെളിവ് നമുക്ക് ചരിത്രത്തിലുണ്ട്. 2, പാപ്പിയാസിന്റെ ഒരു എക്സജറ്റിക്കൽ സ്റ്റഡി ഉണ്ടായിരുന്നു, റെവലേഷൻ ചാപ്റ്റർ 12 വേഴ്സ് 9. റെവലേഷൻ ചാപ്റ്റർ 12 വേഴ്സ് 9. ആ എക്സജറ്റിക്കൽ സ്റ്റഡിയെ പറ്റി ആൻഡ്രൂ ഓഫ് കൈസരിയ എന്ന് പറയുന്ന ദൈവദാസനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആൻഡ്രൂ ഓഫ് കൈസരിയ, കൈസരിയയിലെ ആൻഡ്രൂ എന്ന് പറയുന്ന ദൈവദാസൻ പാപ്പിയാസിന്റെ റെവലേഷൻ ചാപ്റ്റർ 12 വേഴ്സ് 9 പറ്റിയുള്ള എക്സജിസിസ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതെന്ന് സംഭവിക്കുന്ന AD 125 കാര്യം ഞാൻ ഈ പറയുന്നത് കേട്ടോ. 125 കാര്യം, പാപ്പിയാസിന്റെ കാര്യമാണ് പറയുന്നത്. AD 367 ഞങ്ങളുടെ അഥനാസിയോസ് തിരുമേനി പറഞ്ഞപ്പോഴാണോ വെളിപ്പാട് പുസ്തകം ഒതന്റിക്കേറ്റഡ് ആയത്? നിങ്ങൾ പറഞ്ഞോളൂ. നോ. ഈ അഥനേഷ്യസിന് ആ ദൈവദാസനോട് നമുക്ക് എപ്പോഴും നന്ദിയും കടപ്പാടും സ്നേഹമാണ്. വിശുദ്ധിയോടെ ജീവിച്ച് കർത്താവിന് വേണ്ടി 2 തവണ 2 പ്രാവശ്യം രാജ്യത്തു നിന്ന് നാട് കടത്തിയ മനുഷ്യനാണ് അഥനേഷ്യസ്. ഇന്ന് ഓർത്തഡോക്സ് കുഞ്ഞുങ്ങളൊക്കെ പറയുന്ന പോലെ, അയ്യോ ഇത് സ്നേഹത്തിന്റെ സുവിശേഷമാണ്, ഇത് ആർക്കും പ്രശ്നം ഉണ്ടാക്കത്തില്ല, ഡിസ്റ്റർബ് ഉണ്ടാക്കത്തില്ല, ഇത് കാരണം പേഴ്സിക്യൂഷൻ ഉണ്ടാകുകയില്ല എന്നൊക്കെയല്ലേ പറയുന്നത്. പക്ഷെ അഥനേഷ്യസിനെ 2 പ്രാവശ്യം നാട് കടത്തിയായിരുന്നു കേട്ടോ, നാട് കടത്തിയായിരുന്നു. ഞാൻ ഇന്നലെ ഇത് പറഞ്ഞോന്നറിയത്തില്ല, എങ്കിലും ആ ദൈവദാസനെ പറ്റി ഒരു കാര്യം പറയാം. നാട് കടത്തി തന്റെ മരണ ദിവസം കോൺസ്റ്റന്റൈൻസ് എന്ന് പറയുന്ന ആ ചക്രവർത്തിയുടെ ഒരു മകൻ തന്നോട് പറഞ്ഞാണ്, ഓൾ വേൾഡ് ഈസ് അഗെയിൻസ്റ്റ് യു. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ നവീന ആ ഗ്ലോറിയസ് സുവിശേഷമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരേലും എതിരാവോ? നോ. കാരണം ശിക്ഷയില്ല, ഗോഡ് ഈസ് ലവ് 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 എന്ന് നമ്മുടെ വേദവസം പറയുന്നത്. ഗോഡ് ഈസ് ഹോളി 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 എന്നാണ് അല്ലെ? എവിടെയെങ്കിലും ഗോഡ് ഈസ് ലവ് 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 എന്ന് വായിക്കുന്നുണ്ടോ? നോ. ദൈവസ്നേഹമാണ്, എല്ലാ വഴികളും ക്രിസ്തുവിലേക്കാണ്, എല്ലാവരും നിത്യജീവനിലാണെന്ന് പറഞ്ഞ അഥനേഷ്യസിനെ എന്തിനാ നാട് കടത്തുന്നത്? നോ. അങ്ങനെ പറയുകയാണെങ്കിൽ അറിയൂസിനെ അഥനേഷ്യസ് എന്തിനാ ഡിഫെൻഡ് ചെയ്യുന്നത്? നോ. ഒരു ലോജിക്കുള്ള കാര്യമല്ല അതൊന്നും. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, 2 പ്രാവശ്യം നാട് കടത്തി ദ ഡൈയിങ് ഡേ ദ കിങ് ഓഫ് റോം അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ഓൾ വേൾഡ് ഈസ് അഗെയിൻസ്റ്റ് യു അഥനേഷ്യസ്. അപ്പോൾ അഥനേഷ്യസ് പറഞ്ഞ ആ ചരിത്ര പ്രസക്തമായ വാചകമാണ്, ഐ ആം അഗെയിൻസ്റ്റ് ദ ഹോൾ വേൾഡ്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ വാചകം. ലാറ്റിനിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അഥനേഷ്യസ് കോൺട്രാ മുണ്ടം. അതാണ് ലാറ്റിൻ. ഭയങ്കര ഫേമസ് വേർഡ് കേട്ടോ. ചർച്ച് ഹിസ്റ്ററിയിൽ ഏറ്റവും ഫേമസ്. നമ്മൾ ഇച്ചിരി ചർച്ച് ഹിസ്റ്ററി പഠിച്ചില്ലേ? മനസ്സിലൊന്ന് പറഞ്ഞു നോക്കിയേ. അഥനേഷ്യസ് കോൺട്രാ മുണ്ടം ലാറ്റിൻ വേർഡാണ്. നമുക്ക് ഗ്രീക്ക് ഹീബ്രു ഒക്കെ അറിയത്തില്ലേ? ഒരു ഇച്ചിരി ലാറ്റിൻ പഠിക്കാം. അത് ഓർത്തിരിക്കുക. എവിടെ സെർച്ച് ചെയ്താൽ അത് കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഫേസ്ബുക്കിനകത്ത് 2-3 വീഡിയോ നിങ്ങൾ സ്ക്രോൾ ചെയ്തു പോയാൽ അഥനേഷ്യസിന്റെ ഒരു ബയോഗ്രഫി ആയിരുന്നു ഞാൻ ഹാർവസ്റ്റിനകത്ത് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച പറഞ്ഞത്. അത് കേട്ടാൽ ഒരു ഐഡിയ കിട്ടും, ഒരു ഐഡിയ ആ ദിവാസിനെ പറ്റി കിട്ടും. ആട്ടെ, നമുക്ക് മുന്നോട്ട് പോകാം. അതിന് വെളിപ്പാട് പുസ്തകത്തെ പറ്റി വളരെ കൃത്യമായ റെഫറൻസ് ഉണ്ട്. അവിടെ കൊണ്ട് തീരുന്നില്ല. 2-3 കാര്യങ്ങളെ പറയാം. ജസ്റ്റിൻ മാർട്ടിയർ വെളിപ്പാട് പുസ്തകത്തെ സ്ക്രിപ്ചർ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ജസ്റ്റിൻ മാർട്ടിയർ. മെലിറ്റോ സർദീസിലെ മെലിറ്റോ വെളിപ്പാട് പുസ്തകത്തെ സ്ക്രിപ്ചർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. AD 180 ഏർലിയസ്റ്റ് ഫ്രാഗ്മെന്റ്, മൊറോറ്റോറിയൻ ഫ്രാഗ്മെന്റ്, ആ പേരൊന്നും മറക്കരുത്, മൊറോറ്റോറിയോൻ ഫ്രാഗ്മെന്റ് വെളിപ്പാട് പുസ്തകം ഇൻക്ലൂഡ് ആണ് 22 പുസ്തകത്തിനകത്ത്. ഇനിയും ഹിപ്പോലൈറ്റസ് എന്ന് പറയുന്ന ദൈവദാസൻ 2-ാം നൂറ്റാണ്ടിലെയാണ്. തെർത്തുല്യൻ 2-ാം നൂറ്റാണ്ടിലെയാണ്. ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ, ഒറിഗൺ 2nd and 3rd century ആണ്. They all recognized
This is written by John the Apostle, the elder. They all received book of Revelation as scriptural. ഇത് കൂടുതൽ ഇത് പറഞ്ഞു വന്നപ്പോഴാണ് അഥനേഷ്യസും പറഞ്ഞത് ബുക്ക് ഓഫ് റെവലേഷൻ ഈസ് സ്ക്രിപ്ചർ. അത്രേ ഉള്ളൂ. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തെ പറ്റി യാതൊരു സംശയവും ആവശ്യമില്ല. ഇനിയും 4-ാം നൂറ്റാണ്ടില് ഒരു ക്ലെറോമുണ്ടാനസ് എന്ന് പറയുന്ന ഒരു കോഡക്സ് ഉണ്ടായിരുന്നു, ഒരു ചുരുളുണ്ടായിരുന്നു. അതിനകത്ത് വെളിപ്പാട് പുസ്തകത്തെ സ്ക്രിപ്ചർ ആയിട്ടാണ് പറയുന്നത്. അഥനേഷ്യസിന്റെ ഫെസ്റ്റൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ അഥനേഷ്യസിന്റെ ഒരു ലെറ്റർ ഉണ്ട്, അതിനകത്ത് വെളിപ്പാട് പുസ്തകത്തെ സ്ക്രിപ്ചർ ആയിട്ടാണ്. അഗസ്റ്റിൻ, ജെറോം, വി ഹാവ് എ നമ്പർ ഓഫ് ടെസ്റ്റിമോണി. ഒരു സംശയമില്ല, വെളിപ്പാട് പുസ്തകം യോഹന്നാൻ എഴുതിയതാണ്. ഞാൻ വായിക്കുകയും പഠിക്കുകയും ചെയ്തതിൽ 2 പേരാണ് വെളിപ്പാട് പുസ്തകത്തിനായിട്ട് ഒരു പ്രശ്നം ചരിത്രത്തിൽ ഉണ്ടാക്കുന്നത്. 3rd സെഞ്ചുറിയിലാണ്. 4th സെഞ്ചുറിയില് ഈസ്റ്റിൽ അതായത് റോമ സാമ്രാജ്യത്തിന്റെ കിഴക്ക് ഒരു കാനോന്റെ ലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് 26 ബുക്കേ ഉള്ളൂ. അതിനകത്ത് വെളിപ്പാട് പുസ്തകം കാണുന്നില്ല. അങ്ങനെ 2-3 പ്രശ്നം വെളിപ്പാട് പുസ്തകത്തെ പറ്റിയുണ്ട്. എങ്കിലും ആ കാനോന്റെ ലിസ്റ്റ് ഒരു ലോക്കൽ ലിസ്റ്റ് ആയിരുന്നു, ലോക്കൽ കൗൺസിലിന്റെ ലിസ്റ്റ് ആയിരുന്നു. ഞാൻ ഇതിന്റെ പേരെല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ആലോചിച്ചാണ് പറയാത്തത്. ഈ 3rd സെഞ്ചുറിയിലെ 2 പേര് ഞാൻ പറഞ്ഞില്ല, 2 വ്യക്തികൾ ഇതിനെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തു. ഒന്ന് ഡയോനീഷ്യസ് എന്ന് പറയുന്ന ഒരു ബിഷപ്പാണ്. ഡയോനീഷ്യസ് അദ്ദേഹം പറഞ്ഞത് ഈ വെളിപ്പാട് പുസ്തകം സ്ക്രിപ്ചർ അല്ല എന്ന് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഇത് എഴുതിയത് സെബദിയുടെ മകനായ യോഹന്നാൻ ആണോ എന്ന് സംശയം ഉണ്ടെന്നാണ് പറഞ്ഞത്. അനദർ ജോൺ, മേ ബി അനദർ ജോൺ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗായോസ് എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ക്രിസ്ത്യൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം മാത്രമാണ് വാസ്തവത്തിൽ ഈ ബുക്കിനെ തെറ്റിദ്ധരിച്ചത്. ഈ പുസ്തകത്തെ മാത്രമല്ല, ഓൾ ദ റൈറ്റിംഗ്സ് ഓഫ് അപ്പോസ്റ്റൽ ജോൺ. അദ്ദേഹം പറഞ്ഞത് അത് സെരിന്ത്യൻ എന്ന് പറയുന്ന ഒരു കൾട്ടിന്റെ പ്രോഡക്റ്റ് ആണെന്ന് അദ്ദേഹം മാത്രമാണ് സ്പെസിഫൈ ചെയ്ത് ഈ കാര്യത്തെ സംശയമായിട്ട് പറഞ്ഞേക്കുന്നത്. Except everywhere, everyone recognized book of Revelation received from the 1st century church. We have patristic testimony, apostolic mark in that book. We have sufficient evidence to believe that. ഇനി അതുപോലെ തന്നെ 2 പീറ്ററിന് ഇതുപോലെ തെളിവുണ്ട് കേട്ടോ. 2 പീറ്ററിന് ഇതുപോലെ തെളിവുണ്ട്. എനിക്ക് സമയമില്ല, ഞാൻ ഇങ്ങനെ അങ്ങ് പറയാം. ഈ 2 പീറ്ററും വെളിപ്പാട് പുസ്തകവും ഒക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പം നമ്മൾ ഇവരോട് ചുമ്മാ ചോദിച്ചാൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ സെന്റ് ജെയിംസ് ലിറ്റർജി, യാക്കോവിന്റെ തക്സ ഇവരേറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പുസ്തകമാണ് കേട്ടോ. ഇവരെന്നല്ല, നമ്മളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുസ്തകം അതാണ്. അതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. കാര്യം ലാംഗ്വേജ് വേറെ ആയിരുന്നു, അതൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു മനസ്സിലാക്കാൻ. ഈ യാക്കോവിന്റെ തക്സ എന്ന് പറയുന്ന പുസ്തകം വാസ്തവത്തിൽ 5th സെഞ്ചുറി പ്രോഡക്റ്റ് ആണ്. 5-ാം നൂറ്റാണ്ടിന്റെ പ്രോഡക്റ്റ് ആണ്. 4-ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ 5-ാം നൂറ്റാണ്ടിന്റെ പ്രോഡക്റ്റ് ആണ്. കാരണം അത് തുടങ്ങുന്നത് തന്നെ 5th സെഞ്ചുറിയിൽ ആദ്യം ഉണ്ടായിരുന്ന സെവോറിയോസ്. നിങ്ങൾക്കറിയാലോ, ഓർത്തഡോക്സുകാരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ബിഷപ്പാണ് സെവോറിയോസിന്റെ പ്രാർത്ഥനയോടെയാണ് ആ യാക്കോവിന്റെ തക്സ തുടങ്ങുന്നത് തന്നെ. ആദ്യത്തെ 2nd and 3rd സെഞ്ചുറിയിലെ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റിയിൽ ഞാൻ പല പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഒരിടത്ത് പോലും സിംഗിൾ റെഫറൻസ് പോലും അതിനെ പറ്റിയില്ല. ധൈര്യമായിട്ട് പറയാം, സിംഗിൾ റെഫറൻസ് പോലും അതിനെ പറ്റിയില്ല. പിന്നെ ഇങ്ങനൊരു സെന്റൻസ് ഒരു ചരിത്രകാരൻ പറഞ്ഞിട്ടുണ്ട്, ഓൾമൈറ്റി cannot change the history but historians can എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ ഞാൻ ഉദ്ദേശിച്ചത്? പറഞ്ഞത് ഇതാണ്, ദൈവത്തിന് ഹിസ്റ്ററി ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇറ്റ് ഈസ് ഓൾറെഡി ഹാപ്പൻഡ്. പക്ഷേ ഈ ചരിത്രകാരന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? വളച്ചൊടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിടത്ത് പോലും ഒരു ഒതന്റിക് റെഫറൻസ് നമുക്ക് സെന്റ് ജെയിംസ് ലിറ്റർജിയെ പറ്റി ഇല്ല. അത് 5th സെഞ്ചുറിയിലാണെന്ന് നമുക്ക് തെളിയിക്കാനായിട്ടുള്ള സഫീഷ്യന്റ് മെറ്റീരിയൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതിന് ഏറ്റവും വലിയ തെളിവ് സെവോറിയോസിന്റെ പ്രാർത്ഥനയോടെയാണ്. അത് തുടങ്ങുന്നത് തന്നെ സെവോറിയോസിന്റെ കാലഘട്ടം 5-ാം നൂറ്റാണ്ടാണ്. സിമ്പിൾ.
ഏകദേശമൊക്കെ ഒന്ന് കിട്ടിയല്ലോ അല്ലേ? ഇനി നമുക്ക് ഇതിങ്ങനെ കിടക്കുന്നുണ്ട്, ഇനി അടുത്ത ഏത് പറയണമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. ഓക്കെ, 4 കാര്യം ഏകദേശം കിട്ടിയല്ലോ. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്താം. ഏറ്റവും വലിയ നുണ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത്, ദ മെയിൻ മിസ്കൺസെപ്ഷൻ, Athanasius' festal letter is the first complete list of the New Testament. ഒന്നുകൂടെ പറയാം, എന്നിട്ട് എന്താണ് ഞാൻ വിവരിക്കാം. Athanasius' festal letter AD 367 is the first complete list of the New Testament. ഞാൻ ആ ലെറ്ററിന്റെ ഫോട്ടോകോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഒരു മിനിറ്റ് ഞാൻ നോക്കിക്കോട്ടെ, എൻ്റെ കാണുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇപ്പം നോക്കിയപ്പോൾ കാണുന്നില്ല. ഇതാണ് എൻ്റെ ഫോട്ടോ കോപ്പി. ഇതിനകത്ത് അഥനേഷ്യസ് പറഞ്ഞിട്ടുണ്ട് 27 പുസ്തകങ്ങൾ, ഒരു ലിസ്റ്റ് ഉണ്ട്. അതിന്റെ വേഴ്സ് നമ്പർ 5 ഈ 5-ാമത്തെ നോക്കാൻ പറ്റുമോ? 5th ഏകദേശം ഒന്നും കണ്ടില്ലേ? ഏകദേശം ഓക്കെ, അത്രയും മതി. ഇതൊക്കെ നെറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ, ചുമ്മാ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. ഏറ്റവും വലിയ, നമ്മളിപ്പോ പഠിച്ചു വന്നപ്പോൾ ഏകദേശം മനസ്സിലായി, ഈ പറയുന്ന ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നില്ല, 1000 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇനി ഒരു കാര്യം പറയാം, ഒരിടത്ത് പോലും ഒരു യൂണിവേഴ്സൽ കമ്മിറ്റിയും ബൈബിൾ കാനോനീകരണത്തിന് AD 1543 വരെ കൂടിയിട്ടില്ല. അത്ര ഓർത്തോണം. കോൺസ്റ്റന്റൈൻ വിളിച്ചു കൂട്ടിയിട്ടില്ല, അഥനേഷ്യസ് വിളിച്ചു കൂട്ടിയിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. പക്ഷേ AD 396 കാർത്തേജ് സുന്നകദോസ് എന്ന് പറയും, കാർത്തേജ് സിനഡ്. അത് റോമൻ കാത്തലിക് ചർച്ചിന്റെ ഒരു ലോക്കൽ സിനഡ് ആയിരുന്നു. ആ ലോക്കൽ സിനഡിൽ അവർ 27 പുസ്തകത്തെ പറ്റി പ്രൊക്ലെയിം ചെയ്യുന്നുണ്ട്, 27. പക്ഷേ ലോങ് ബിഫോർ ദാറ്റ് കൗൺസിൽ, ഓൾമോസ്റ്റ് 150 years back, we have that list. നമ്മുടെ മനസ്സിലിരിക്കേണ്ട ഒരു കാര്യം. ഇത്രയും കൂടെ അങ്ങ് പറയാം. ഈ ഇവര് ഓർത്തഡോക്സുകാര് പറയുന്ന ഒരു കാര്യവും കൂടെ ഉണ്ട്. തിരുമേനിയാണ് ഞങ്ങൾക്ക്, അഥനേഷ്യസിനെ ആകട്ടെ, ഞാൻ ഈ തിരുമേനി എന്ന് പറയുന്നത് ദൈവദാസനായ അഥനേഷ്യസ്, സെന്റ് അഥനേഷ്യസ്, ആ കർത്തൃദാസന്റെ ഫെസ്റ്റൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം AD 367 അയച്ച ലെറ്ററാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയുണ്ട്, ഒരു സംഭവമുണ്ട്. AD 325 നിക്കിയ കൗൺസിൽ, നിക്കിയ സുന്നകദോസിൽ വെച്ചാണ് അറിയൂസ് എന്ന് പറയുന്ന ഒരു ഹെററ്റിക് ടീച്ചറിനെ അഥനേഷ്യസ് ജീസസ് ഈസ് ഈക്വൽ വിത്ത് ഫാദർ എന്ന ആ ടോപ്പിക്കിൽ വളരെ കൃത്യമായി അത് സമർത്ഥിച്ച് ദൈവവചനത്താൽ അന്നത്തെ ഡിബേറ്റ് ജയിച്ച ആളാണ് അഥനേഷ്യസ്. അങ്ങനെ അദ്ദേഹം ആ ഡിബേറ്റിൽ വിജയായി അറിയൂസിനെ ദൈവസഭ പുറത്താക്കി കഴിഞ്ഞപ്പോൾ മുതല് ഒരു 20-25 yearsലേക്ക് അഥനേഷ്യസ് ഭയങ്കര ഹീറോ ആയിരുന്നു ക്രിസ്ത്യാനിറ്റിയിലെ. ഹീറോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ വലിയ ആളുകളും അദ്ദേഹത്തിന്റെ തിയോളജി ഓൾമോസ്റ്റ് വളരെ ക്ലിയറുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു വെൽ പോപ്പുലറായി എമംഗ് ക്രിസ്ത്യാനിറ്റി, വെൽ പോപ്പുലറായി. 4th century വെൽ പോപ്പുലറായപ്പം അദ്ദേഹം ഈസ്റ്ററിന് നമുക്ക് R.C. സ്പ്രൗൾ എന്ന് പറയുന്ന ദേവദാസനോട് ചോദിച്ചു, ഈസ്റ്റർ ആഘോഷിക്കുമെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു, ഈസ്റ്റർ ആഘോഷിക്കുകയല്ല, യേശുവിന്റെ ഉയർപ്പ് ആഘോഷിക്കുന്ന സന്തോഷമേ ഉള്ളെന്ന് പറഞ്ഞു. കിട്ടിയോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം?
അങ്ങനെ ഇന്റലിജന്റ് ആയിട്ടുള്ള ദൈവദാസന്മാരൊക്കെ നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈസ്റ്റർ നമ്മൾ ആരും ആഘോഷിക്കാറില്ല. കർത്താവിന്റെ ഉയർപ്പ് അന്നാണെങ്കിൽ നമുക്ക് കർത്താവ് ഉയർത്തെന്ന് പറയുന്നതിനെക്കാട്ട് സന്തോഷമുള്ള വേറെ കാര്യം വല്ലതും ഉണ്ടോ? നോ. ആട്ടെ, അതവിടെ നിൽക്കട്ടെ. ഈ ഈസ്റ്റർ ലെറ്റർ, ഈ ഫെസ്റ്റൽ ഈസ്റ്റർ, അതാണ് ഈ ഫെസ്റ്റൽ ലെറ്ററിനകത്താണ് അദ്ദേഹം 27 പുസ്തകത്തിന് ലിസ്റ്റ് കൊടുത്തിട്ട് പറയുന്നു, ഇതാണ് അവർ പറയുന്നത്, ഞങ്ങളുടെ തിരുമേനിയാണ് ലിസ്റ്റ് തന്നത്. ഇതാണ് കഥ, ഞങ്ങളുടെ തിരുമേനിയാണ് ലിസ്റ്റ് തന്നത്. ശരിയാ, ആളുകൾ കേൾക്കുമ്പം ഞങ്ങളുടെ തിരുമേനിയാണ് ലിസ്റ്റ് തന്നത്, ഇതാണ് നമുക്കൊരു ലിസ്റ്റ് കാണാൻ കഴിയും. പക്ഷെ ഇതിനു മുമ്പ് തന്നെ ഇറ്റ് വാസ് വെരി കോമൺ, വെരി പോപ്പുലർ. ഒരിഗൺ പ്രസംഗിച്ചപ്പോൾ തന്നെ പറഞ്ഞത് വെരി പോപ്പുലർ ആയിരുന്നു. ഞാൻ ആ പ്രസംഗം കൂടെ കൊണ്ടുവരാം, പെട്ടെന്ന് കൊണ്ടുവരാം. എന്നിട്ട് നമ്മളൊരു ഓർത്തഡോക്സുകാരോട് കത്തോലിക്കരോട് ചോദിക്കേണ്ട ഒരു കാര്യം, സ്നേഹത്തോട് ചോദിക്കും, നമ്മുടെ വീട്ടുകാർ ഒത്തിരി പേര് അവരാണ് ചോദിക്കേണ്ട കാര്യം, നിങ്ങളുടെ കാനോൻ 27 ബുക്സ് ആണല്ലോ ന്യൂ ടെസ്റ്റ്മെന്റ്, അത് ക്ലോസ്ഡ് ആണോ, അത് തീർന്നോ, അത് ഇനി ആഡ് ചെയ്യാൻ പറ്റുമോ? അന്നേരം അവർ പറയാം അത് ക്ലോസ്ഡ് അല്ല, അത് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യാമെന്ന് പറയുമ്പോഴേ അഥനേഷ്യസിന്റെ ഫെസ്റ്റൽ ലെറ്റർ എടുക്കണം. അഥനേഷ്യസ് പറഞ്ഞേക്കുന്നത് ഇതിനോട്, ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അഥനേഷ്യസ് ഈ 27 പുസ്തകത്തെ പറ്റി പറഞ്ഞ വാക്യാണ്, these are fountains of salvation, that they who thirst may be satisfied with the living words they contain. അടുത്ത വാചകം ശ്രദ്ധിച്ചോളുക, in these alone is proclaimed the doctrine of godliness. അഥനേഷ്യസ് പറയാം, these alone, let no man add to these, neither let him take out from these, for concerning these the Lord put to shame the Sadducees and said, you എന്നിട്ട് മത്തായി 22:29 വാക്യം പറഞ്ഞേക്കുക എന്ന് പറഞ്ഞാൽ അഥനേഷ്യസ് പറഞ്ഞ എന്താണെന്നറിയാമോ? 27 പുസ്തകത്തോട് കൂട്ടരുത്, കുറയ്ക്കരുത്. ദീസ് അലോൺ, ഇത് മാത്രമാണ് സ്ക്രിപ്ചർ എന്നാ പറഞ്ഞേക്കുന്നത്. ദീസ് അലോൺ. ഈ ലെറ്റർ ഉയർത്തിപ്പിടിക്കുകയും കാനോൻ ക്ലോസ് അല്ല എന്ന് പറയുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പല്ലേ? റൈറ്റ്? ഇത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദീസ് അലോൺ, ദീസ് അലോൺ. നമുക്ക് ഈ അഥനേഷ്യസിന്റെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഒറിഗൺ 27 പുസ്തകത്തിന്റെ ലിസ്റ്റ് പറയുന്നുണ്ട്. ഒറിഗൺ 27 പുസ്തകത്തിന്റെ ലിസ്റ്റ് പറയുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ ഒരു ഏറ്റവും വലിയൊരു ലീഡിങ് ക്രിറ്റിക് ഉണ്ടല്ലോ, ലീഡിങ് ക്രിറ്റിക് ബാർട്ട് എർമാൻ. നമുക്ക് നമ്മുടെ കാര്യം തെളിയിക്കാനായിട്ട് എർമാന്റെ ഒരു കോട്ട് എടുക്കാം. എർമാൻ ഒരിക്കലും ഇത് സഭയുടെ പ്രോഡക്റ്റ് ആണെന്ന് പറയുന്നില്ല കേട്ടോ. ബൈബിള് സഭയുടെ പ്രോഡക്റ്റ് ആണെന്നല്ല എർമാൻ പറയുന്നത്. അദ്ദേഹം പറയുന്ന കോട്ടിങ്, ഒരു മിനിറ്റ്, എർമാൻ പറയുന്ന കോട്ടിങ്, ആ പുസ്തകം ലോസ്റ്റ് ക്രിസ്ത്യാനിറ്റീസ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് എർമാൻ പറയുന്നത്, ദ ഷേപ്പ് ഓഫ് അവർ ന്യൂ ടെസ്റ്റമെന്റ് കാനോൻ വാസ് നോട്ട് ഡിറ്റർമൈൻഡ് ബൈ എ വോട്ട് or by a council, but by a ancient consensus. Here we can agree with Bart Ehrman. The canon of the New Testament was rectified by widespread consensus rather than by official proclamation. The അഗ്നോസ്റ്റിക് ആയിട്ടുള്ള എർമാൻ പറയുന്ന കാര്യമാണ് കേട്ടോ. എർമാന്റെ ലോസ്റ്റ് ക്രിസ്ത്യാനിറ്റീസ് പേജ് നമ്പർ 231 പറയുന്ന കാര്യമാണ്. ലോസ്റ്റ് ക്രിസ്ത്യാനിറ്റീസ് പേജ് നമ്പർ 231. അങ്ങനെങ്കിൽ അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഇന്ന് ക്രിസ്ത്യാനിറ്റിക്ക് ലോകത്തിലേക്ക് ഏറ്റവും ഭീഷണിയായിട്ട് നിലനിൽക്കുന്ന ബാർട്ട് എർമാൻ പറയുകയാണ്, ഇത് സഭയുടെ പ്രോഡക്റ്റ് അല്ല, റെക്ടിഫൈഡ് ബൈ ദ കൺസെൻസ്. ആ വാചകം ഇങ്ങനെയാണ്, റെക്ടിഫൈഡ് ബൈ വൈഡ് സ്പ്രെഡ് കൺസെൻസസ് റാദർ ദാൻ ബൈ ഒഫീഷ്യൽ പ്രൊക്ലമേഷൻ. എത്ര ക്ലിയർ ആണ് ക്രിറ്റിക് ആയിട്ടുള്ള ആളുകൾ പോലും പറയുന്നത് ദിസ് ഈസ് നോട്ട് ദ പ്രോഡക്റ്റ് ഓഫ് ചർച്ച്. കാര്യങ്ങളെ വിശദമായിട്ട് പഠിക്കുന്നവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, അഥനേഷ്യസിന്റെ ഈസുബിയസിന്റെ ഒറിഗന്റെ 1-2 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞ എന്റെ വാക്കുകൾ നിർത്തി. 27 പുസ്തകത്തിന് അദ്ദേഹം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു പ്രസംഗത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ആ പ്രസംഗം എഴുതി വെച്ചിരിക്കുന്ന ആ പുസ്തകത്തിന്റെ പേര് ഹൊമിലീസ് ഓൺ ജോഷുവ. ആ പ്രസംഗത്തിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു അലഗറി ഇതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അത് 1-2 കാര്യങ്ങളൊന്ന് പെട്ടെന്ന് പറഞ്ഞു നിർത്താം.
ആ അലഗറിയിൽ അദ്ദേഹം പറഞ്ഞത് കമ്പയറിംഗ് ദ സ്ക്രിപ്ചർ ടു നെറ്റ്, ഒരു നെറ്റിനോട് സ്ക്രിപ്ചറിനെ കമ്പയർ ചെയ്തു. Origen declares that before our Savior Jesus Christ, this net was not wholly filled, for net of the law and prophet had to be completed, and the texture of the net has been completed in the Gospels and in the words of Christ through the apostles എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 27 പുസ്തകങ്ങൾ വളരെ കൃത്യമായിട്ട് ഒറിഗന്റെ ഹോമിലീസ് ഓൺ ജോഷുവായ്ക്കകത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പല ഈ അലഗോറിക്കൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ മലയാളം പറഞ്ഞ അലഗറി ഉണ്ട്. ഈ പുരോഹിതന്മാര് കാഹള ഊതുന്നതായിട്ടാണ് 8 എഴുത്തുകാരെ അദ്ദേഹം ന്യൂ ടെസ്റ്റ്മെന്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പുരോഹിതന്മാർ കാഹള ഊതുന്നു. മറ്റൊരു അലഗറി ഐസക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ കിണർ കുഴിക്കുന്ന സെർവന്റിനോടാണ് യേശുവിനെ ശിഷ്യന്മാരെയും അദ്ദേഹം അലഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ കൊടുത്തിട്ട് 27 പുസ്തകത്തിന്റെ കഥ പറയുന്നത്. മുമ്പേ പറഞ്ഞ പോലെ കാഹളം ഊതുന്ന ട്രംപറ്റ്, പൗലോസ് 14 കാഹള ഊതി, യോഹന്നാൻ 3 കാഹള ഊതി, പത്രോസ് 2 കാഹള ഊതി എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രഭാഷണത്തിൽ ഈ കാര്യം പറയണമെങ്കിൽ ന്യായമായിട്ട് നമുക്കറിയാം, വെരി കോമൺ ആയിട്ട് അന്നത്തെ കാലത്തെ എല്ലാ ആളുകൾക്കും 27 പുസ്തകത്തെ പറ്റി വളരെ കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു. ഇത്രയും പോരെ? ഇതൊക്കെ മതി നമുക്ക് ധാരാളമായിട്ട്. ഇതിനകത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത് അഥനേഷ്യസിന്റെ കണ്ടുപിടുത്തം അല്ല 27 പുസ്തകം. ആ ദേവദാസൻ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നതാണ് സത്യം. അന്ന് കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരു ലിസ്റ്റ് അദ്ദേഹം എഴുത്തയച്ച കൂട്ടത്തിൽ ഈ ലേഖനത്തിനകത്ത് ഉൾപ്പെടുത്തിയെന്നല്ലാതെ അതിന്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ചിന്തിച്ച 5 മിസ്കൺസെപ്ഷൻസ്: 1, ഇത് എഴുതാൻ ആര് പറഞ്ഞു? അത് ക്വയറ്റ് നാച്ചുറൽ ആയിരുന്നു. 2, എഴുതിയ ആളുകൾക്ക് തന്നെ ഇത് സ്ക്രിപ്ചർ ആണെന്ന് അറിയാമായിരുന്നു. 3, വൈഡ്ലി ഡിസഗ്രിമെന്റ് എന്ന് പറയുന്ന 5 പുസ്തകത്തെ പറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 350 മുമ്പൊക്കെ ഇറ്റ് വാസ് വെരി കോമൺലി കാനോനിക്കൽ കാത്തോലിക് ലെറ്റർ ആയിട്ട്, അതായത് യൂണിവേഴ്സൽ ലെറ്റർ ആയിട്ട് അംഗീകരിച്ചിരുന്നു. 4 നമ്മൾ ചിന്തിച്ചത് അപ്പോക്രിഫൽ റൈറ്റിംഗ്സ് നോട്ട് പോപ്പുലർ വിത്ത് അതർ 4 ഗോസ്പെൽസ് ദാറ്റ് വി ഹാവ് ഇൻ ദ കാനോനിക്കൽ ലിസ്റ്റ്. ഒടുവിൽ നമ്മൾ ചിന്തിച്ചത് അഥനേഷ്യസിന്റെ ഫസ്റ്റ് ലെറ്റർ അല്ല, അതിന് 100 വർഷം മുമ്പ് തന്നെ ഈ പുസ്തകങ്ങളുടെ ലിസ്റ്റ് നമുക്ക് എല്ലായിടത്തും കാണാം. ചിലതിനെ പറ്റി ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഒരു കാര്യമായ പ്രശ്നം ഉണ്ടാക്കിയില്ല. മറ്റെല്ലാ അപ്പോക്രിഫൽ റൈറ്റിംഗിനേക്കായിട്ടും വി ഹാവ് ഒതന്റിക് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഫോർ സ്ക്രിപ്ചർ. അതുകൊണ്ട് ഈ തിരുവെഴുത്തിനെ ഏറ്റവും അധികം സ്നേഹിക്കാൻ, ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തിനെ സ്നേഹിക്കുക എന്നാണ്. തിരുവെഴുത്തിനെ ഏറ്റവും അധികം സ്നേഹിച്ച് നമ്മുടെ ഈ ചെറിയ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിച്ച് കഴിയാൻ കർത്താവ് നമ്മളോട് കരുണ കാണിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകളെ നിർത്തുന്നു. ദൈവ തിരുനാമം എപ്പോഴും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.